ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടന്നാലോ? എല്ലാവരും വേഗം ഓടി ഓടി വായോ. ഓക്കെ, നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ വേഗം വേഗം പഠിക്കാം. ഹൂ ഈസ് ദർ ബിഹൈൻഡ് യു? ഹൂ ഈസ് ദർ ബിഹൈൻഡ് യു? നിങ്ങളുടെ പിന്നിൽ ആരാണ്? ഇപ്പം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചോദിക്കാം. ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ഒരാൾ ഇഷ്ടമില്ലാത്തത് മറ്റൊരാൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ചോദിക്കാം, ഇതിൻ്റെയൊക്കെ പിറകിലാരാ, അല്ലെങ്കിൽ നിൻ്റെ പിറകിലാരാ എന്ന് ചോദിക്കാം. അല്ലാതെ ഇപ്പം ഒരു ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ നിൻ്റെ പിറകിൽ ആരാണ്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ പിറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴും ചോദിക്കാം, അല്ലേ? പല രീതിയിൽ ചോദിക്കാം. ഹൂ ഈസ് ദർ ബിഹൈൻഡ് യു? ഇതിനെല്ലാത്തിനും എങ്ങനെയാണ് ചോദിക്കുക ഹിന്ദിയിൽ? തുമാരെ പീച്ചെ കോൻ ഹേ? തുമാരെ പീച്ചെ കോൻ ഹേ? തുമാരെ നിൻ്റെ അല്ലെങ്കിൽ താങ്കളുടെ, പീച്ചെ പുറകിൽ, പീച്ചെ എന്ന് പറഞ്ഞാൽ പുറകിൽ, കോൻ ഹേ ആരാണ്, നിങ്ങളുടെ പിറകിൽ അല്ലെങ്കിൽ പിന്നിൽ ആരാണ്. നമുക്ക് അതിന് ആൻസർ പറയാം, അല്ലേ? ഇറ്റ്സ് രാജു മൈ ഫ്രണ്ട്. ഇത് എൻ്റെ കൂട്ടുകാരൻ രാജു ആണ്. എൻ്റെ പിറകിൽ നിൽക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ രാജു. യഹ് മേര ദോസ്ത് രാജു ഹേ. യഹ് മേര ദോസ്ത് രാജു ഹേ. യഹ് ഇത്, മേര എൻ്റെ, ഇത് എൻ്റെ ദോസ്ത് കൂട്ടുകാരൻ രാജു ഹേ. ഇതെൻ്റെ കൂട്ടുകാരൻ രാജുവാണ്, എൻ്റെ സുഹൃത്ത് രാജു. വേർ വേർ യു? നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളെ കണ്ടില്ല, നിങ്ങൾ എവിടെയായിരുന്നു? ആപ് കഹാം ഥേ? ആപ് താങ്കൾ, കഹാം എവിടെ, താങ്കൾ എവിടെ, ധേ എന്ന് പറഞ്ഞാൽ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ആയിരുന്നു. ആപ് കഹാം ധേ, താങ്കൾ എവിടെ ആയിരുന്നു. അതിന് മറുപടിയായിട്ട് നമുക്ക് പറയാം, ഐ വാസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഞാൻ നിങ്ങളുടെ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ തൊട്ട് മുൻപിൽ ഞാൻ ഉണ്ടായിരുന്നു. ഐ വാസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. മയും, ഐ ഞാൻ, മയും, തുമാരെ നിങ്ങളുടെ അല്ലെങ്കിൽ നിൻ്റെ, സാംനെ മുൻപിൽ, പീച്ചെ പിറകിൽ, സാംനെ മുൻപിൽ. ഇപ്പം ഇന്ന് പീച്ചെ പഠിച്ചു, സാംനെ പഠിച്ചു. പീച്ചെ പിറകിൽ, സാംനെ മുൻപിൽ. മയും തുമാരെ സാംനെ ഥ. ഥ ആയിരുന്നു, ഞാൻ നിങ്ങളുടെ മുൻപിലുണ്ടായിരുന്നു, മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. വാട്ട് ആർ യു ഗോയിങ് ടു ഡു ഓൺ സൺഡേ? വാട്ട് ആർ യു ഗോയിങ് ടു ഡു ഓൺ സൺഡേ? ഞായറാഴ്ച നിങ്ങൾക്ക് എന്താണ് പരിപാടി? എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞായറാഴ്ച എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നത്. എങ്ങനെ ചോദിക്കും? രവിവാർ കോ ആപ് ക്യാ കർനെ ജാ രഹേ ഹേ? രവിവാർ കോ ആപ് ക്യാ കർനെ ജാ രഹേ ഹേ? ഞായറാഴ്ച നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞായറാഴ്ച ഹോളിഡേ ആണല്ലോ. അപ്പോൾ രവിവാർ കോ ആപ്പ് ക്യാ കർനെ ജാ രഹേ ഹേ? അതിന് മറുപടിയായിട്ട് നമുക്ക് എന്ത് പറയാം? ഐ തിങ്ക് ടു ഗോ ഫോർ എ മൂവി. ഞാൻ ഒരു സിനിമയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഐ തിങ്ക് ടു ഗോ ഫോർ എ മൂവി. ഒരു ഫിലിമിന് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെങ്ങനെ ഹിന്ദിയിൽ പറയും? മേം സോച്ച് രഹാ ഹൂം കി ഫിലിം ദേഖ്നെ ജാവൂം. മേം ഞാൻ, സോച്ച് രഹാ ഹൂം കി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നത്, ഫിലിം ദേഖ്നെ ജാവും ഫിലിം കാണാൻ പോകാൻ ഞാൻ ചിന്തിക്കുന്നുണ്ട്. മയം സോച്ച് രഹാ ഹും കി ഫിലിം ദേഖ്നെ ജാവും. അല്ലെങ്കിൽ മേം ഫിലിം ദേഖ്നെ കെ ലിയെ സോച്ച് രഹാ ഹും. ഒരു ഫിലിം ദേഖ്നെ കെ ലിയെ സിനിമ കാണുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഏക്ക് ഫിലിം ദേഖ്നെ കെ ലിയെ സോച്ച് രഹാ ഹും. രണ്ടും പറയാം. വി ആർ ഗോയിങ് ടു ദ സൂ ഓൺ സൺഡേ. അപ്പം കൂട്ടുകാർ പറയാണ്,
ഞങ്ങൾ ഞായറാഴ്ച മൃഗശാലയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ വി ആർ ഗോയിങ് ടു ദ സൂ ഓൺ സൺഡേ. അതെങ്ങനെ പറയും? ഹം രവിവാർക്കോ, രവിവാർ എന്ന് പറഞ്ഞാൽ സൺഡേ, ഞായറാഴ്ച. ഹം രവിവാർക്കോ ചിഡിയാഘർ, സൂ എന്ന് പറഞ്ഞാൽ മൃഗശാലയ്ക്ക് ഹിന്ദിയിൽ പറയുന്നത് ചിഡിയാഘർ, ചിഡിയാഘർ. അപ്പം ഹം ഞങ്ങൾ രവിവാർക്കോ ഞായറാഴ്ച ചിഡിയാഘർ സൂ അല്ലെങ്കിൽ മൃഗശാല ജാരഹേഹേ പോകുന്നുണ്ട്. ഞങ്ങൾ മൃഗശാല കാണാൻ പോകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരൻ എന്താ പറയുന്നത്? ഐ വിൽ ഓൾസോ കം വിത്ത് യു. എന്നാൽ ഞാൻ സിനിമയ്ക്ക് പോകൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കൂടെ വരാം എന്ന് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് പറയണമെന്നൊന്നുമില്ല. നമ്മൾ പറയുന്നത് കൊണ്ട് അർത്ഥം അവർക്ക് മനസ്സിലാവും. ഐ വിൽ ഓൾസോ കം വിത്ത് യു, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നു. മയും കൂടി എന്നുള്ളതിന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ബി, ഞാനും കൂടി ബി. മയും ബി തുമാരെ സാത്ത് ആവുക, ഞാനും കൂടി നിങ്ങളുടെ കൂടെ വരാം. മയും ബി ഞാനും കൂടി തുമാരെ നിങ്ങളുടെ, സാത്ത് കൂടെ, സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, ആവുക വരാം. വെൻ ഡു യു ഗോ, എപ്പോഴാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്? വെൻ ഡു യു ഗോ, നീ എപ്പോൾ പോകും അല്ലെങ്കിൽ താങ്കൾ എപ്പോൾ പോകും? ആപ്പ് കബ് ജാത്തെ ഹോ, ആപ്പ് താങ്കൾ, കബ് എപ്പോൾ, കബ് എപ്പോൾ, ജാത്തെ ഹോ എപ്പോഴാണ് പോകുന്നത്? ആപ്പ് കബ് ജാത്തെ ഹോ. അപ്പോൾ അവർ മറുപടി പറയാണ് ഏർലി മോർണിംഗ് അറ്റ് 5 o'clock, അതിരാവിലെ 5 മണിക്ക്. ഏർലി മോർണിംഗ് അറ്റ് 5 o'clock, അതിരാവിലെ 5 മണിക്ക്. അതെങ്ങനെ പറയും? അതിരാവിലെ എന്ന് പറയുന്നതിന് സുബഹ്, സുബഹ്. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ എന്നാണ്. അതിരാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു സുബഹും കൂടി കൂട്ടിച്ചേർക്കും. സുബഹ്, സുബഹ് 5 ബജെ, 5 മണിക്ക്. ബജെ എന്ന് പറഞ്ഞാൽ സമയം, മണി. അപ്പം 5 ബജെ 5 മണിക്ക്. സുബഹ്, സുബഹ് 5 ബജെ. ഇനി 1 മണിക്കാണെങ്കിൽ സുബഹ്, സുബഹ് 1 ബജെ. 2 മണിക്കാണെങ്കിൽ സുബഹ്, സുബഹ് 2 ബജെ. 3 മണിക്കാണെങ്കിൽ സുബഹ്, സുബഹ് 3 ബജെ. 4 മണിക്കാണെങ്കിലോ സുബഹ്, സുബഹ് 4 ബജെ. ഇത് സുബഹ്, സുബഹ് 5 ബജെ, അതിരാവിലെ 5 മണിക്ക്. അപ്പോൾ കൂട്ടുകാരന് സംശയം എത്ര രൂപ വേണ്ടി വരുന്നു? ഹൗ മച്ച് മണി വി നീഡ്, സൂവിലൊക്കെ പോകണ്ട, എത്ര രൂപയാകും? ഹൗ മച്ച് മണി വി നീഡ്, നമുക്ക് എത്ര പണം വേണം, എത്ര പണം വേണ്ടി വരും എന്നൊക്കെ ചോദിക്കില്ലേ? ഇപ്പം എങ്ങനെ ചോദിക്കാം? ഹമേം കിത്തനെ പൈസയ്ക്ക് ജരൂരത്ത്, നമുക്ക് എത്ര പണത്തിൻ്റെ ആവശ്യം വരും? ഹമേ നമുക്ക്, നമ്മൾക്ക്, കിത്തനെ എത്ര, പൈസയ്ക്ക് പൈസയുടെ, ജരൂരത്ത് ഹേ ആവശ്യം ഉണ്ട്. ഹമേം കിത്തനെ പൈസയ്ക്ക് ജരൂരത്ത് ഹേ, ജരൂരത്ത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞു, അത്യാവശ്യം, ആവശ്യം. അപ്പം ഹമേ കിത്തനെ പൈസയ്ക്ക് ജരൂരത്ത് ഹേ, എത്ര പണത്തിൻ്റെ ആവശ്യം. എന്നിട്ട് കൂട്ടുകാരൻ പറയാണ് എൻ്റെ കയ്യിലാകെ 1000 രൂപയേ ഉള്ളൂ. ഐ ഹാവ് ഓൺലി 1000 rupees, ഐ ഹാവ് ഓൺലി 1000 rupees, എൻ്റെ കയ്യിൽ 1000 രൂപയേ ഉള്ളൂ. മേരെ പാസ് എൻ്റെ അടുത്ത്, മേരെ എൻ്റെ, പാസ് അടുത്ത്, മേരെ പാസ് കേവൽ, കേവൽ എന്ന് പറഞ്ഞാൽ മാത്രം, അത്രേ മാത്രം, അത്രയും എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, അത്രേ മാത്രം എന്ന് പറയുന്നതാണ് കേവൽ. അപ്പം മേരെ പാസ് എൻ്റെ അടുത്ത് കേവൽ 1000 രൂപയേ ഹേ, 1000 രൂപ മാത്രമേ ഉള്ളൂ. 1000 രൂപയേ, 1000 എന്ന് പറഞ്ഞാൽ 1000. 1000-നാണ് ഈ 1000 എന്ന് പറയുന്നത്. 2000 എന്ന് പറയുമ്പോൾ നമ്മൾ 2 കൂട്ടിച്ചേർക്കും. 3000, 4000, 5000 അങ്ങനെ. അപ്പം 1000 രൂപയേ എന്ന് പറഞ്ഞാൽ വെറും 1000 രൂപയേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ കൂട്ടുകാരൻ പറയണം അത് മതി, ഡോണ്ട് വറി, ദാറ്റ്സ് ഇനഫ് എന്നൊക്കെ നമ്മൾ പറയൂലേ. ബസ് കാഫി ഹേ, ധാരാളം, അത്രയും തന്നെ ധാരാളമാണ്. ബസ് കാഫി ഹേ, കാഫി എന്ന് പറഞ്ഞാൽ ധാരാളം. ബസ് മതി, അത് മതി, ധാരാളമാണ് എന്നാണ് പറയുന്നത്. ബസ് കാഫി ഹേ, അത് മതി. ഓക്കെ, ദെൻ ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ നാളെ കാണാം എന്നൊക്കെ അർത്ഥത്തിൽ നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് പിരിയും അല്ലേ. അപ്പം ശരി, ശുഭരാത്രി. ഓക്കെ, ദെൻ ഗുഡ് നൈറ്റ് എങ്ങനെ പറയും?
ठीक है ശുഭരാത്രി. ठीक है ശുഭരാത്രി. നല്ല ഒരു രാത്രി ആശംസിക്കുന്നു. ठीक है ശുഭരാത്രി. അപ്പം ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ടീച്ചർ ഓരോ ദിവസം എടുക്കുന്ന ക്ലാസ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ആ വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ അന്നന്ന് നമ്മൾക്ക് പ്രയോഗിക്കേണ്ടി വരുമ്പോൾ പ്രയോഗിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകൾ മാത്രമാണ് പറയുന്നത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. അതുപോലെ തന്നെ ടീച്ചറുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.